ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिम्रान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता शिवशाखान्वितंश्च। हे कृष्णा करुणा सिन्धु दीनबन्धो जगत्पते गोपेश गोपिका कान्द राधाकान्द नमोस्तुते। तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी क्षमानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्त वृंद। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो। ഹരേ കൃഷ്ണ ഹരി ഓം തത്സത്. നമ്മളിന്ന് വായിക്കുന്നത് ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ്, അധ്യായം 6, 4-ാമത്തെ ശ്ലോകം മുതൽക്ക്. യഥാ ഹീനേന്ദ്രിയാർത്ഥേഷു ന കർമ്മഷു അനുസജ്ജതേ സർവസങ്കൽപ്പ സന്യാസി യോഗാരൂഢസ്തദോച്യതേ. യഥാ ഹീനേന്ദ്രിയാർത്ഥേഷു ന കർമ്മഷു അനുസജ്ജതേ സർവസങ്കൽപ്പ സന്യാസി യോഗാരൂഢസ്തദോച്യതേ. ഹരേ കൃഷ്ണ. ശ്രീദേവി മാതാജി. हरे कृष्णा। ओम नमो भगवते वासुदेवाय। यदा हि नेन्द्रियार्थेषु न कर्मस्वनेषु ज्ञते सर्वसङ्कल्पसन्न्यासी योगारूढस्त दोच्यते। हरे कृष्ण. रोशी माताजी. हरे कृष्ण प्रभु। नमो भगवते वासुदेवाय। यदा हीनेन्द्रियार्थेषु न कर्मस्वनुषज्जते सर्वसङ्कल्पसन्न्यासी योगारूढस्तदोच्यते। हरे कृष्ण. हरे बोल. हरे कृष्ण. എന്റെ വിവർത്തനം കൂടി വായിച്ചോളൂ മാജി. हरे कृष्ण. विवर्तनम भावार्थम by His Divine Grace Abhay Charanarvinda Bhaktivedanta Swami. ശ്രീല പ്രഭുപാദ് കി ജയ്. ഭൗതിക തൃഷ്ണകളെല്ലാം ത്യജിച്ച് ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടിയോ ഫലം ഉദ്ദേശിച്ചോ യാതൊന്നും പ്രവർത്തിക്കാത്ത ആളെ യോഗാരൂഢനെന്നു പറയാം. ഹരേ കൃഷ്ണ. ഹരി ബോൾ. സിനി മാതാജി എന്റെ ശ്ലോകം ഒന്ന് വായിച്ചോളൂ. हरे कृष्ण प्रभु जी. हरे कृष्ण. यदा हीनेन्द्रियार्थेषु न कर्मस्वनुषज्जते सर्वसङ्कल्पसन्न्यासी योगारूढस्तदोच्यते. Very good. A person is said to be elevated in yoga when, having renounced all material desires, he neither acts for sense gratification nor engages in fruitive activities. അപ്പോൾ ആരാണ് യോഗ അവസ്ഥയിലേക്ക് ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി എന്നാണ് ഇവിടെ പറയുന്നത്. എല്ലാ ഭൗതിക തലത്തിലുള്ള ആഗ്രഹങ്ങളും അതിനെ എല്ലാം മാറ്റി നിർത്തി ഒരു ഇന്ദ്രിയ ഭോഗത്തിനും ഏർപ്പെടാതെ ഒരു അതായത് ഫ്രൂട്ടീവ് ആക്ടിവിറ്റീസിലും ഏർപ്പെടാതെ ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി ആരാണോ സേവനം അനുഷ്ഠിക്കുന്ന അദ്ദേഹമാണ് യോഗ ലെവലിൽ എത്തിയിരിക്കുന്നത്. എലിവേറ്റഡ് ഇൻ യോഗ എന്നാണ് പറയുന്നത്. യോഗ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണ, നമ്മളുടെ
ഇന്നത്തെ കാലത്തെ പല യോഗ ക്ലബ്സ് ഉണ്ട് അല്ലെ. ഫിസിക്കൽ എക്സസൈസ് എന്നുള്ള ഒരു രീതിയിലാണ് യോഗ അറിയപ്പെടുന്നത്. പക്ഷെ യോഗ എന്ന് പറഞ്ഞാൽ ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ഒരു കമ്മ്യൂണിയൻ, അതാണ് ശരിക്കുള്ള യോഗ. ജീവാത്മാവ് പരമാത്മാവിൻ്റെ അംശമാണ്. ആ ജീവാത്മാവും പരമാത്മാവിനെ നിത്യേന 24 മണിക്കൂറും സേവനം അനുഷ്ഠിക്കുന്ന ഒരവസ്ഥ, അതിലേക്ക് ചെന്നെത്തണം യോഗ അഭ്യാസത്തിലൂടെ. അതാണ് യോഗ അഭ്യാസത്തിന്റെ ഉദ്ദേശം തന്നെ. ഫിസിക്കൽ എക്സസൈസ് ഒരു സൈഡ്, വൺ ഓഫ് ദ ബൈ പ്രൊഡക്റ്റ് ആണ് യോഗ. നമ്മൾ അങ്ങനെ ആ യോഗ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ടായിരിക്കും. അതല്ല ഉദ്ദേശം, അതല്ല നമ്മുടെ ഗോൾ എന്താണ്? ഭഗവത് സേവനം, ഭഗവാനുമായിട്ടുള്ള ഒരു യൂണിയൻ. അതാണ് അപ്പൊ ഇവിടെ അതാണ് അർജുനോട് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. പേഴ്സൺ ഈസ് ഫുള്ളി എൻഗേജ് ഇൻ ട്രാൻസെൻഡ് ലവിംഗ് സർവീസ് ഓഫ് ദി ലോർഡ്, ഈസ് പ്ലീസ്ഡ് ഇൻ ഹിംസെൽഫ് ആൻഡ് ദസ് ഈസ് നോ ലോങ്ങർ എൻഗേജ് ഇൻ സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ ഓർ ഇൻ ഫ്രൂട്ടീവ് ആക്ടിവിറ്റീസ്. ഏതൊരു വ്യക്തിയാണോ പൂർണ്ണമായിട്ടും ഭഗവത് സേവനം അനുഷ്ഠിച്ച് ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് തൻ്റെ ഭൗതിക സുഖങ്ങളും ഭൗതിക ഇന്ദ്രിയ ഭോഗങ്ങളെല്ലാം ഒടിഞ്ഞ്, അതായത് ഒരു പണം വെച്ചിക്കാതെ ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് ആരാണോ സേവനം അനുഷ്ഠിക്കുന്നത്, അതാണ് ശരിക്കും വേണ്ടത്. അപ്പോൾ സിൻസ് വൺ കനോട്ട് ലിവ് വിതൗട്ട് എൻഗേജ്മെന്റ്, നമുക്ക് ജ്ഞാനികൾ എന്താ ചെയ്യുക? കർമ്മം നമ്മളിവിടെ ബന്ധിപ്പിക്കുന്നു. അപ്പോൾ കർമ്മത്തിൽ നിന്ന് നമ്മൾ വിരക്തി, കർമ്മം ചെയ്യാതിരിക്കുക. കർമ്മം ചെയ്താലല്ലേ നമുക്ക് കർമ്മണം കിട്ടുള്ളൂ. അപ്പൊ ജ്ഞാനികൾ അങ്ങനെ വിചാരിക്കും. കർമ്മികള് അങ്ങനെയല്ല. കർമ്മികൾ എന്താണ്? കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഫ്രൂട്ടീവ് ആക്ടിവിറ്റി, എനിക്ക് ഉപരിലോകത്തിൽ കൂടുതൽ ഇന്ദ്രിയ ഭോഗം ചെയ്യാനുള്ള അവസരം ലഭിക്കും എന്നുള്ള ഒരു മനസ്ഥിതിയാണ് അത്. ജ്ഞാനികൾ അങ്ങനെയല്ല. ജ്ഞാനികൾക്ക് കർമ്മത്തിൽ നിന്നും വിരക്തി വേണം. കാരണം കർമ്മമാണ് നമ്മളെ ഇവിടെ ബന്ധിപ്പിക്കുന്നത്. ജ്ഞാനം, ഉപനിഷത്ത് വായിക്കുക, ഓക്കെ, മഹാഭാരതം വായിക്കുക, രാമായണം വായിക്കുക, ഭാഗവതം വായിക്കുക, വേദങ്ങൾ വായിക്കുക. അപ്പൊ അങ്ങനെ മിനിമം നമ്മുടെ സർവൈവലിന് എന്താണ് ആവശ്യം ആ കർമ്മം മാത്രം ചെയ്യുക. അല്ലാതെ കർമ്മത്തിൽ അവർ ഏർപ്പെടില്ല. അങ്ങനെ കർമ്മത്തിൽ ഏർപ്പെട്ടാൽ എന്താണ്? അവിടെ ബന്ധനം ഉണ്ടായിരിക്കും എന്നുള്ള പേടിയിൽ അവർ കർമ്മത്തിൽ നിന്ന് മാക്സിമം അവർ വിരമിക്കും. അപ്പോൾ അതാണ് സിൻസ് വൺ കനോട്ട് ലിവ് വിത്തൗട്ട് എൻഗേജ്മെന്റ്. വിത്തൗട്ട് എൻഗേജ്മെന്റ് ഒരാൾക്കും ജീവിക്കാൻ പറ്റില്ല. എന്തെങ്കിലും ഈവൻ ഫിസിക്കലി നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിലും മെന്റലിയെങ്കിലും എന്തെങ്കിലും കർമ്മം ചെയ്തുകൊണ്ടിരിക്കും അല്ലെ. ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു മെന്റൽ ലെവലിൽ എന്തെങ്കിലും നമ്മൾ പരദൂഷണമെങ്കിലും പറയും മറ്റുള്ളവരെ പറ്റിയിട്ട്, അതൊരു കർമ്മമാണ് അല്ലേ. ആ പരദൂഷണം പറഞ്ഞ് അത് ആക്ഷനിൽ വന്ന് അറ്റ് ലാസ്റ്റ് ആക്ഷനായിട്ടും അത് പരിവർത്തനമാവും. ആദ്യം എല്ലാ ആക്ഷനും എന്താണ്? നമ്മുടെ മനസ്സിലാണ് ഉത്ഭവിക്കുന്നത്. ഒരു ഫ്രെയിം വർക്ക് നമ്മുടെ മനസ്സിലുണ്ടാകും. പിന്നീടാണ് അത് ആക്ഷനിൽ കൊണ്ടുവരുന്നത്. ഫസ്റ്റ് തോട്ട്സ്, ദെൻ വേർഡ്സ്, ദെൻ ആക്ഷൻ. അപ്പൊ എങ്ങനെ നോക്കിയാലും നമ്മുടെ എത്ര തന്നെ ശ്രമിച്ചാലും ശരി, ഒന്നും ചെയ്യാതിരിക്കാൻ മനസ്സ് വെറുതെ ഇരിക്കില്ല. മനസ്സ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ആ മനസ്സ് പ്രവർത്തിച്ച് തുടങ്ങിയാൽ എന്താണോ, എന്തിനെ പറ്റിയാണോ നമ്മൾ കോണ്ടംപ്ലേറ്റ് ചെയ്യുന്നത്, അത് പതുക്കെ അതൊരു ആക്ഷനായിട്ട് മാറും അല്ലേ. അപ്പൊ അങ്ങനെയാണ് എവറിത്തിങ് ഈസ് ഫസ്റ്റ് മാനിഫെസ്റ്റഡ് ഇൻ ദ മൈൻഡ് ബിഫോർ ആക്ഷൻ. പിന്നീടാണ് അത് ആക്ഷനിലേക്കായിട്ട് ട്രാൻസ്ഫോർമേഷൻ വരുന്നത്. അപ്പോൾ വൺ മസ്റ്റ് ബി എൻഗേജ് ഇൻ സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ സിൻസ് വൺ കനോട്ട് ലിവ് വിത്തൗട്ട് എൻഗേജ്മെന്റ്. അപ്പോൾ ഭഗവാന്റെ സേവനം അനുഷ്ഠിച്ചില്ല തീർച്ചയായിട്ടും അവനവന്റെ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഇന്ദ്രിയ ഭോഗം ചെയ്യേണ്ടി വരും. സോ വിതൗട്ട് കൃഷ്ണ കോൺഷ്യസ്നസ് വൺ മസ്റ്റ് ബി ഓൾവേസ് സീക്കിംഗ് സെൽഫ് സെൻറ്റേർഡ് ഓർ എക്സ്റ്റെൻഡഡ് സെൽഫിഷ് ആക്ടിവിറ്റീസ്. അപ്പോൾ നമ്മൾ കൃഷ്ണാവബോധത്തിലെങ്കിൽ എന്താണ്? നമ്മളുടെ ഇന്ദ്രിയങ്ങളുടെ തൃപ്തിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മളുടെ വേണ്ടപ്പെട്ടവരുടെ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടോ. നമ്മുടെ ഇന്ദ്രിയങ്ങൾ മാത്രമല്ല, എക്സ്റ്റെൻഡഡ് സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ ഉണ്ട്. എന്താണ് എക്സ്റ്റെൻഡഡ് സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ? നമ്മളുടെ ഇമ്മീഡിയറ്റ് ഫാമിലി മെമ്പേഴ്സിന്റെ, ഓക്കെ, ഭാര്യ, ഭർത്താവ്, മക്കള്, അച്ഛൻ, അമ്മ, ഫ്രണ്ട്സ്, പിന്നെ സൊസൈറ്റി, പിന്നെ നമ്മുടെ സ്റ്റേറ്റ്, പിന്നെ കൺട്രി, പിന്നെ ദ വേൾഡ്, എല്ലാവരെ പറ്റി നമുക്ക് ഒരു ഇതുണ്ടായിരിക്കും, കൺസേൺ. നമ്മുടെ ഇമ്മീഡിയറ്റ് കൺസേൺ നമ്മളെ പറ്റിയിട്ട്. അത് കഴിഞ്ഞാൽ ഫാമിലി അല്ലേ, പിന്നെ ഫ്രണ്ട്സ്, പിന്നെ സൊസൈറ്റി, അങ്ങനെ അത് എക്സ്റ്റെൻഡഡ് ആയിട്ട് അങ്ങനെ ഒരു അൺലിമിറ്റഡ് ആയിട്ട് പോയിരിക്കും. അപ്പൊ അതാണ് നമ്മൾ ഇവിടെ പറയുന്നത്.
സെൽഫ്-സെന്റേർഡ് ഓർ എക്സ്റ്റെൻഡഡ് സെൽഫിഷ് ആക്റ്റീവ്, അതും സെൽഫിഷാണ്. ഇപ്പൊ എൻ്റെ കുടുംബം, എൻ്റെ നാട്, എൻ്റെ സൊസൈറ്റി, എൻ്റെ ബന്ധുക്കള് എല്ലാം എൻ്റെ എക്സ്റ്റെൻഡഡ് ആണ്, അല്ലെങ്കിൽ സ്വന്തം സെൽഫിഷ്, self-centered or extended selfish activity. But a Krishna conscious person can do everything for the satisfaction of Krishna and thereby be perfectly detached from sense gratification. കൃഷ്ണാവബോധത്തിലുള്ള ഒരു വ്യക്തി എല്ലാം ഭഗവാന്റെ സേവനം, ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ടുള്ള സേവനം. അതുകൊണ്ടാണ് അവരെ they are beyond any family, beyond any nation, any particular society. ശ്രീല പ്രഭുപാദർ അദ്ദേഹത്തിന് ഫാമിലി വിട്ടിട്ടാണ്, ഇന്ത്യയിലും കൂടിയല്ല, എവിടെ അമേരിക്കയിൽ പോയിട്ട് അവിടുന്ന് യാതൊരു ബന്ധവുമില്ല. അപ്പൊ എല്ലാവരെയും ഒരേപോലെ കാണുന്നു. അതാണ് കൃഷ്ണാവബോധത്തിൽ ഉള്ള ഒരു വ്യക്തിയുടെ ഒരു സ്പെഷ്യാലിറ്റി. അപ്പൊ അമേരിക്ക എന്നോ യൂറോപ്പ് എന്നോ ഇന്ത്യ, പാകിസ്ഥാൻ, ജർമ്മനി, കാനഡ, ജപ്പാൻ, അങ്ങനെ യാതൊന്നുമില്ല. എല്ലാം ഭഗവാന്റെ മക്കളാണ്. എല്ലാവരെയും നമ്മൾ ഉദ്ധരിക്കാൻ ശ്രമിക്കും. അപ്പോൾ a Krishna conscious person is not bound by any particular boundary, any particular nation. വിദ്യാവിനയ സമ്പന്നെ ബ്രാഹ്മണേ ഗവി ഹസ്യനി സുനി ചൈവ സ്വപാക്കേച്ച പണ്ഡിത സമദർശ. സമദർശികളാണ്. ഇത് എൻ്റെ ആൾക്കാർ, ഇത് എൻ്റെ ആൾക്കാരല്ല, ഇത് ഇന്ത്യൻ, ഇത് പാകിസ്ഥാനി, ഇത് കാനഡിയൻ, ഇത് അമേരിക്കൻ. നോ, എന്നാണ് അവർ കാണുന്നത്? ഈക്വലായിട്ട് സമദർശി, ഭഗവാന്റെ അംശങ്ങളാണ്. അവരെ എല്ലാവരെയും ഉദ്ധരിക്കണം. എൻ്റെ ആൾക്കാർ മാത്രമല്ല, എല്ലാവരും ഭഗവാന്റെ അംശമാണ്. എല്ലാവരും ഉദ്ധരിക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് കൃഷ്ണാവബോധത്തിലെ ഒരു ഉത്തമ അധികാരിയുടെ ലക്ഷ്യം. One who has no such realization must mechanically try to escape material desires before being elevated to the top rung of the yoga ladder. Okay. അപ്പൊ എന്താണ് പറഞ്ഞത്? അങ്ങനെ ആ ഒരു റിയലൈസേഷൻ ഇല്ലെങ്കിൽ must mechanically try to escape material desires before being. അപ്പോൾ മെക്കാനിക്കലി, അറ്റ്ലീസ്റ്റ് മെക്കാനിക്കലി നമ്മൾ ശ്രമിക്കണം. എന്താണ്? ഈ ഭൗതിക ആഗ്രഹങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പതുക്കെ പതുക്കെ ആ യോഗ ലേഡറിൽ നമ്മൾ ടോപ്പിലെത്തണം. ടോപ്പിൽ എന്താണ്? സമാധി. സമാധി എന്ന് പറഞ്ഞാൽ യൂണിയൻ വിത്ത് സുപ്രീം ലോർഡ്. അതാണ് യോഗ. അപ്പൊ ഇവിടെ അഷ്ടാംഗ യോഗത്തിനെ പറ്റിയിട്ട് ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ കൊടുക്കുകയാണ്. ആരെ? ഭഗവാൻ അർജുനന് വേണ്ടിയിട്ട്. എല്ലാം അറിവും വേണ്ടേ? എന്നിട്ട് ഏതാണോ അർജുനന് സ്യൂട്ടബിള് അതെടുക്കാൻ വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും അർജുനൻ പറയും ഇത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ ജീവിക്കുന്ന സമയം കലികാലമാണ്. കലികാലത്തിലെ ആൾക്കാർക്ക് പറഞ്ഞല്ല ഈ അഷ്ടാംഗയോഗം. എന്തുകൊണ്ടാണ്? പ്രായേന അല്പായുഷ സഭ്യ കലോ അസ്മിൻ യുഗേ ജനഃ മന്ദാഹ സുമന്ദമതയ മന്ദഭാഗ്യ ഉപതരത്. കാലം കൊണ്ട് വളരെ ഷോർട്ട് ലീവ്ഡാണ് നമ്മുടെ ആയുസ് എന്ന് പറഞ്ഞാൽ 100. മറ്റുള്ള യുഗങ്ങളുടെ 1,00,000, 10,000, 1000 വർഷമൊക്കെ ജീവിച്ചിരുന്ന ആൾക്കാർ ഇപ്പൊ 100 വർഷം മാത്രമേ ജീവിക്കുള്ളൂ. അതും ആരും ജീവിക്കുന്നില്ല. 60, 70, 80 അല്ലേ? ആവറേജ് ഒക്കെ പോകുമ്പോൾ ഒരു 70 ഒക്കെ ആകും. അപ്പോൾ അതുകൊണ്ട് ഷോർട്ട് ലീവ്ഡാണ്. പിന്നെ ലേസിയാണ്, ലെസ് ഇന്റലിജന്റ് ആണ്, ലെസ് ഫോർച്ചുനേറ്റ് ആണ്, ഓൾവേസ് ഡിസ്റ്റർബ്ഡ്. അപ്പൊ ഇങ്ങനത്തെ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നമുക്ക് ഈ അഷ്ടാംഗ യോഗ പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. അർജുനൻ ഭഗവാനോട് പറയുന്നുണ്ട്, ചഞ്ചലം ഹി മനഃ കൃഷ്ണ പ്രമാത്തി ബലവദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ വായുർ ഇവ സുദുഷ്കരം. അതായത് നമ്മുടെ മനസ്സ് ചഞ്ചലമാണ്, റെസ്റ്റ്ലെസ് ആണ്, ഫ്ലിക്കറിംഗ് ആണ്, അഡമന്റ് ആണ്, സ്റ്റബോൺ ആണ്, സ്ട്രോങ് ആണ്, അല്ലെ? ഒരുപാട് റീസണിങ് പറയാണ്. അങ്ങനെ മനസ്സിനെ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. എനിക്ക് വായുവിനെ തടഞ്ഞു നിർത്താനുള്ള ശക്തിയുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു കൊടുങ്കാറ്റ് വരാണ്. സാധാരണ വായു അല്ല. 250, 300, 400, 500 km/h അടിക്കുന്ന ആ വിൻഡിനെ തടഞ്ഞു നിർത്താനുള്ള കഴിവ് അർജുനുണ്ട്. വളരെ വേഗതയിൽ വരുന്ന അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷെ മനസ്സിനെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ എങ്ങനെയാണ് ആ മനസ്സ് വെച്ചിട്ട് ഞാൻ യോഗ പ്രാക്ടീസ് ചെയ്യുന്ന അഷ്ടാംഗ യോഗ?
അടുത്ത മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യണം, കേന്ദ്രീകരിക്കണം. ആരില്? ഭഗവാനില്. ഭഗവാൻ പരമാത്മാവിന്റെ ആയിട്ട് നമ്മുടെ ഹൃദയത്തില് ആ പരമാത്മാവിൽ നമ്മുടെ മനസ്സിനെ കേന്ദ്രീകരിക്കണം. കാരണം മനസ്സ് ചഞ്ചലമാണ്, മനസ്സ് അവിടെ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. അതിങ്ങനെ വാണ്ടർ ചെയ്തുകൊണ്ടിരിക്കും പല പല കാര്യങ്ങളിലും. നമുക്ക് നമ്മളുടെ സട്ടിൽ മൈൻഡില് ഒരുപാട് പ്രീവിയസ് ലൈഫ്സിലത്തെ ഒരുപാട് ആഗ്രഹങ്ങൾ ബാക്കി കിടപ്പുണ്ട്. ഇപ്പോഴത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഫ്യൂച്ചറിൽ ഒരുപാട് പ്ലാൻസ് ഉണ്ട്. ഇതെല്ലാം ഇംപ്രഷൻസ് ആയിട്ട് നമ്മുടെ സട്ടിൽ ബോഡിയിലുണ്ട്, മൈൻഡില്. അപ്പൊ ഇതൊക്കെ നമ്മള് ഈ യോഗ ചെയ്യുന്ന സമയത്തായിരിക്കും ഇതൊക്കെ എല്ലാം സർഫേസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ മനസ്സ് ഒരിക്കലും ഭഗവാനിൽ കേന്ദ്രീകരിക്കാൻ പറ്റില്ല, ഫോക്കസ് ചെയ്യാൻ പറ്റില്ല, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. മനസ്സ് വാണ്ടർ ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് ഭഗവാനോട് അർജുനൻ പറയുന്നത്. അപ്പൊ ഭഗവാൻ എന്താണ് പറയുന്നത്? അസംശയം മഹാബാഹോ മനോ ദുർനിഗ്രഹം ചലം അഭ്യാസേനത് കൗന്ദേയ വൈരാഗ്യേന ച ക്രിയതേ. തീർച്ചയായിട്ടും അർജുന പറയുന്നത് വളരെ ശരിയാണ്. പക്ഷേ സാധിക്കും. എങ്ങനെ സാധിക്കും? അഭ്യാസേന, ബൈ റെഗുലർ പ്രാക്ടീസ്, വൈരാഗ്യ ബൈ ഡിറ്റാച്ച്മെന്റ്. ചൈതന്യ മഹാപ്രഭുവിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ആരാണ് ആ ശ്ലോകം കമ്പോസ് ചെയ്തത്? സർവഭാവ ഭട്ടാചാര്യ. വൈരാഗ്യ വിദ്യ നിജഭക്തി യോഗ ശിക്ഷാർത്ഥമേക പുരുഷപുരാണ ശ്രീകൃഷ്ണ ചൈതന്യ ശരീരധാരി കൃപാംബുദിർ യസ് തമാം പ്രപഞ്ച. എന്തിനാണ് ചൈതന്യ മഹാപ്രഭു അവതരിച്ചിരിക്കുന്നത്? വൈരാഗ്യ വിദ്യ നിജഭക്തി യോഗ. വൈരാഗ്യ വിദ്യ നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം വൈരാഗ്യം ഉണ്ടെങ്കിൽ ഭക്തി നമുക്ക് വരും. ഇന്ദ്രിയ തൃപ്തി ചെയ്യുന്ന ഒരാൾക്ക് ഭക്തി ഉണ്ടാവില്ല. ഭക്തി ഉണ്ടാവും, അത് ഭക്തിയല്ല, അത് സകാമ ഭക്തിയായിരിക്കും. തൻ്റെ ഇന്ദ്രിയഭോഗത്തിന് വേണ്ടിയിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുക. ഭഗവാനെ എനിക്ക് ഇന്നത് വേണേ, എനിക്ക് നല്ലൊരു ജോലി വേണേ, നല്ലൊരു വീട് വേണേ, നല്ലൊരു കുടുംബം വേണേ, ഇത് പ്രാർത്ഥിക്കും അവനവൻ്റെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട്. പക്ഷെ ശരിക്കുള്ളൊരു വൈരാഗ്യം എന്ന് പറഞ്ഞാൽ തൻ്റെ ഇന്ദ്രിയഭോഗങ്ങളിൽ എല്ലാം വെടിഞ്ഞ് ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യും. സോ വൈരാഗ്യ വിദ്യ നിജഭക്തി യോഗ ശിക്ഷാർത്ഥമേക പുരുഷ. അപ്പൊ ഇത് ഈ ശിക്ഷണം തരാൻ വേണ്ടിയിട്ടാണ് ചൈതന്യം ശ്രീകൃഷ്ണ ചൈതന്യ ശരീരധാരി. അപ്പൊ ശ്രീകൃഷ്ണ ചൈതന്യ എന്നുള്ള നാമധാരി, എന്നുള്ള ശരീരധാരി, ആ ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭുവിനെ ഞാൻ വണങ്ങുന്നു. ആര്? സർവഭാവ ഭട്ടാചാര്യ പറയുന്നു. അപ്പോ ഇവിടെയും അതാണ് പറയുന്നത്. നമുക്ക് എന്താണ് ഭഗവാൻ പറയുന്ന അർജുനോട്? അതായത് നമുക്ക് വൈരാഗ്യം വേണം, പ്രാക്ടീസ് വേണം. നിരന്തരമായിട്ട് പ്രാക്ടീസ് ചെയ്ത് കൂടെ വൈരാഗ്യം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് അത് സാധിച്ചെടുക്കാൻ പറ്റും. നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യല്ല ചെയ്യുന്നത്. എസ്പെഷ്യലി നമ്മുടെ ആചാര്യന്മാർ നമ്മളോട് പറഞ്ഞു തരുന്നത് കൺട്രോളിങ് വളരെ ഡിഫിക്കൽട്ടാണ്. എൻഗേജ് അവർ സെൻസസ് ഇൻ സംതിങ് ഹയർ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ലോവർ സെൻസ് ഗ്രാറ്റിഫിക്കേറ്ററി ആക്ടിവിറ്റീസിന് നമ്മൾ പിന്മാറും. എപ്പോഴും ഞാൻ പറയുന്ന ഒരു ഉദാഹരണം, കുട്ടികളെ എന്തെങ്കിലും അപകടം ഉള്ള ഒരു കത്തിയോ അങ്ങനത്തെ വല്ല സാധനമായിട്ട് കളിക്കുകയാണെങ്കിൽ അത് അപകടം എന്നാണ്. എപ്പോഴും കൈ മുറിയും അല്ലേ? അറിയില്ല, കുട്ടികൾക്ക് വിവരമില്ല. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും അപകടം സംഭവിക്കുകയാണെന്ന് വിചാരിച്ച് നമ്മൾ പതുക്കെ എന്ത് ചെയ്യണം? ആ കുട്ടിക്ക് ഒരു കളിക്കോപ്പ് കൊടുത്തിട്ട് മറ്റേ കയ്യിൽ നിന്ന് പതുക്കെ തീർക്കണം. അതേപോലെ നമ്മളുടെ ഇന്ദ്രിയങ്ങളെ ഭഗവാന്റെ സേവനത്തിന് അനുഷ്ഠിച്ചിട്ട് ഹയർ ടേസ്റ്റില് നമ്മൾ എൻഗേജ് ചെയ്തിട്ട് നമ്മൾ പതുക്കെ എന്ത് ചെയ്യണം? ഡിറ്റാച്ച് ചെയ്യണം ഇന്ദ്രിയ ഭോഗങ്ങളിൽ. അപ്പോൾ എൻഗേജ്മെന്റ് ഈസ് മച്ച് ഈസിയർ ദാൻ കൺട്രോളിങ്, എസ്പെഷ്യലി ഇൻ ദ ഏജ് ഓഫ് കലി. നമ്മളുടെ ഇന്ദ്രിയങ്ങളെല്ലാം ഭഗവാന്റെ സേവനത്തിൽ എൻഗേജ് ചെയ്യുമ്പോൾ നമ്മളിൽ സമയം വരില്ല. ആണ് ശ്രീ പ്രഭാതം നമുക്ക് നല്ലൊരു ഫുൾ പാക്കേജ്, ഡിവോഷണൽ പാക്കേജ് തന്നിരിക്കുന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ നമുക്ക് സമയം തന്നിട്ടില്ല. ഒരുപാട് ഡിവോഷണൽ ആക്ടിവിറ്റീസ് തന്നിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ ശരിക്കും സിൻസിയറായിട്ട് ഫോളോ ചെയ്യണമെങ്കിൽ നമുക്ക് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ സമയം കിട്ടില്ല. ബെയർ മിനിമം നെസസിറ്റീസ് നമ്മൾ ചെയ്യാനുള്ളത്. ഓഫീസിൽ പോകണമെങ്കിൽ ഓഫീസിലെ കാര്യങ്ങൾ ചെയ്യാം, പിന്നെ വീട്ടിലത്തെ കാര്യങ്ങൾ ചെയ്യാം. അത് കഴിഞ്ഞാൽ നമുക്ക് ചാൻഡിങ് ഉണ്ട്, ഡേറ്റി സർവീസസ് ഉണ്ട് അല്ലേ, പിന്നെ സത്സംഗം ഉണ്ട്, ഭഗവത്ഗീത ഭാഗവതം വായിക്കണം, ബാക്കി സേവനങ്ങൾ ചെയ്യണം.
പിന്നെ നമുക്ക് പ്രജൽപ്പത്തിനോ അല്ലെങ്കിൽ മറ്റുള്ള അൺനെസറി സെൻസ് ഗ്രാറ്റിഫിക്കേറ്ററി ആക്ടിവിറ്റീസിനോ സമയമില്ല. അപ്പൊ അങ്ങനെ നമ്മൾ നമ്മുടെ സെൻസസിനെ മാക്സിമം ഡിവോഷണൽ ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരു അപകടത്തിലും ചെന്ന് ചാടില്ല. സമയമാണ് നമ്മൾ പറയുന്നില്ലേ സമയമില്ല എന്ന്. ആക്ച്വലി കൂടുതൽ സമയമാണ് നമ്മളെ പ്രശ്നത്തിൽ വരും. കൂടുതൽ സമയമാണ് നമുക്ക്. കാരണം നമ്മുടെ ശരിക്കും സമയം മാനേജ് ചെയ്യുകയാണെങ്കിൽ ഇത്ര സമയമാണ് 24 മണിക്കൂർ കൂടുതലാണ്. ഒരു ഡിവോട്ടിക്ക് കുറവായിരിക്കും, അല്ലാത്തവർക്ക് കൂടുതലാണ്. കാരണം വെച്ചാൽ അവർ ഡിവോഷൻ ആക്ടിവിറ്റീസ് ചെയ്യുന്നില്ല. എന്താണ് അവർ ചെയ്യുന്നത്? ഇന്ദ്രിയഭോഗം. ആ ഇന്ദ്രിയഭോഗം അൺനെസറിയാണ്. അപ്പൊ നമുക്ക് ഓഫീസിലാണെങ്കിലും ശരി, വീട്ടിലാണെങ്കിലും ശരി, ഒരു ദിവസത്തിൽ എത്ര ഒരു വീട്ടിലെ ആവശ്യമുണ്ട്, എത്ര മണിക്കൂർ നമ്മൾ ചെലവഴിക്കണം ഓഫീസിൽ. ബാക്കിയുള്ള സമയം മുഴുവൻ എന്ത് ചെയ്യണം? ഡിവോഷണൽ ആക്ടിവിറ്റീസ്. അപ്പോൾ അനാവശ്യമായിട്ട് നമുക്കൊരു സെൻസ് ഗ്രാറ്റിഫിക്കേറ്ററി ആക്ടിവിറ്റീസിന് സമയം കിട്ടാത്തതുകൊണ്ട് വി ആർ ഓൺ ദ എന്താണ് പറയുക, സേഫ് സോൺ. വി ആർ ഇൻ സേഫ് സോൺ. അല്ലാത്തവർക്ക് ഇഷ്ടംപോലെ സമയം കിട്ടും. അപ്പൊ എന്താ ചെയ്യുന്നത്? സോ അവർ പറയും somehow I have to kill the time. എന്താ എൻ്റെ അർത്ഥം? ഒരുപാട് സമയമുണ്ട്, അത് ആ സമയം എങ്ങനെ ചെലവഴിക്കണമെങ്കിൽ സോ അപ്പൊ എന്തെങ്കിലും ഒരു മൂവിക്ക് പോവാ, അല്ലെങ്കിൽ എന്തെങ്കിലും ടി വിയിൽ അത് കാണാം, ഇത് കാണാം. വൈകുന്നേരം എല്ലാവരും ഒരുമിച്ച് ഒരു പ്രചൽപ്പ, ഒരു ഗോസിപ്പ്, ആൾക്കാരും വന്ന്. അപ്പൊ ഇങ്ങനത്തെ എന്താണ്? കില്ലിങ് ദ ടൈമാണ്. കാരണം ഡിവോട്ടീസ് ആണെങ്കിൽ അവർക്ക് ദേ ഹാവ് ഗോട്ട് സോ മെനി അതർ ഡിവോഷണൽ ആക്ടിവിറ്റീസ് അല്ലേ? അതാണ് ഇവിടെ പറയുന്നത്. സോ വൈരാഗ്യം, ഓക്കെ, അതെങ്ങനെ സംഭവിക്കും? ബൈ റെഗുലർ പ്രാക്ടീസ് അത് സംഭവിക്കും. അതാണ് ഭഗവാൻ അർജുനോട് പറയുന്നത്. അതായത് ബൈ കോൺസ്റ്റന്റ് പ്രാക്ടീസ് ആൻഡ് ഡിറ്റാച്ച്മെന്റ് ഇറ്റ് ഈസ് പോസിബിൾ ടു, എങ്ങനെ? ബൈ എൻഗേജിങ് ourselves in devotional activities. ജബർദസ്തി, ഫോഴ്സ്ഫുള്ളി നമ്മൾ കൺട്രോൾ ചെയ്യല്ല എന്ന്. ഇത് ഇന്നത്തെ കലികാലത്ത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തരുന്നത് എൻഗേജ് യുവർ സെൻസസ് ഇൻ ഡിവോഷണൽ ആക്ടിവിറ്റീസ് rather than controlling the senses. Okay, so text 5. ഉദ്ധരേദാത്മനാത്മാനം നാത്മാനം അവസാദയേത് ആത്മൈവ ഹി ആത്മനോ ബന്ധു ആത്മൈവാരുപുരാത്മനഃ. ഉദ്ധരേദാത്മനാത്മാനം നാത്മാനം അവസാദയേത് ആത്മൈവ ഹി ആത്മനോ ബന്ധു ആത്മൈവാരുപുരാത്മനഃ. ശ്രീദേവി മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഉദ്ധരേദാത്മനാത്മാനം ന ആത്മന അവസാദയേത് ആത്മൈവ ഹ്യ ആത്മനോ ബന്ധു രാത്മൈവാരിപുരാത്മനഃ. ഹരിബോൾ. സിനി മാതാജി. ഹരേ കൃഷ്ണ. ഉദ്ധരേദാത്മനാത്മാനം നാത്മാനമവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധുർ ആത്മൈവ രിപുരാത്മനഃ. ഹരിബോൾ. അരോഷി മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഓ നമോ ഭഗവതേ വാസുദേവായ. ഉദ്ധരേദാത്മനാത്മാനം നാത്മാനമവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധുരാത്മൈവ രിപുരാത്മനഃ. ഹരേ കൃഷ്ണ. എന്റെ ട്രാൻസ്ലേഷൻ കൂടി വായിച്ചോളൂ മാതാജി. ഹരേ കൃഷ്ണ. വിവർത്തനം ഭാരതം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് അഭയ ചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. മനുഷ്യൻ മനസ്സിന്റെ സഹായത്തോടെ സ്വയം ഉദ്ധരിക്കണം. അധപതിക്കരുത്. ബദ്ധനായ ആത്മാവിന് തന്റെ മനസ്സത്രേ ബന്ധു, അത് തന്നെയാണ് ശത്രു. ഹരേ കൃഷ്ണ. ഹരിബോൾ. ഇത് വളരെ ബ്യൂട്ടിഫുൾ ശ്ലോകമാണ്. എന്നാണ് പറയുന്നത്, ഉദ്ധരേത്, ഉദ്ധരിക്കുക. ആത്മാ എന്നുള്ള ആ വാക്ക് 7 തവണയുണ്ട് ഇതിൽ. ഓക്കെ, എനിക്ക് നോക്കുക ഇവിടെ ആത്മാ ആത്മാ 2 പ്രാവശ്യം, ആത്മാനം 3, 4, 5, 6, 7 പ്രാവശ്യമാണ് അത് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. എന്താണ് ഇവിടെ പറയുന്നത്? ആത്മാ എന്ന് പറഞ്ഞാൽ കോണ്ടെക്സ്റ്റ് അനുസരിച്ചിട്ട് അത് ചിലപ്പോൾ ശരീരത്തിനെ ഉദ്ദേശിച്ചിട്ട് പറയാം, അല്ലെങ്കിൽ മനസ്സ്, അല്ലെങ്കിൽ എന്തിനാണ് പറയുന്നത്?
ആത്മാവ്, സോൾ. അപ്പൊ ശരീരം, മനസ്സ്, ആത്മാവ്, കോണ്ടെക്സ്റ്റ് അനുസരിച്ച് അത് മാറും. അപ്പൊ എന്താണ് ഇവിടെ ഉദ്ധരിക്കണം? എന്തിനെ ഉദ്ധരിക്കേണ്ടത്? ആത്മനാത്മാനം, ആത്മാവിനെ കൊണ്ട് ആത്മാവിനെ ഉദ്ധരിക്കണം. അപ്പൊ ഒരാത്മാവ് എന്താണ്? മനസ്സ്, മറ്റേ ആത്മാവ് ആത്മാവിന്റെ സോൾ. അപ്പോ നമ്മളുടെ മനസ്സുകൊണ്ട് ആത്മാവിനെ ഉദ്ധരിക്കണം. മനസ്സാണ് ഒരു പിവട്ട്, സെൻട്രൽ പിവട്ട്. നമ്മൾ ഉദ്ധരിക്കണം. എന്തിനെ ഉദ്ധരിക്കണം? സോൾ അല്ലെങ്കിൽ ആത്മാവിനെ ഉദ്ധരിക്കണം. എന്തുകൊണ്ട്? മനസ്സാകുന്ന ആത്മാവ്, അവിടെ മനസ്സാണ് ആത്മാവ്. മനസ്സുകൊണ്ട് ആത്മാവിനെ ഉദ്ധരിക്കണം. കാരണം മനസ്സാണ് സെൻട്രൽ പിവട്ട് പറയുന്നത്. അതുകൊണ്ട് മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അപ്പൊ മനസ്സിനെ നമ്മൾ ടൈം ചെയ്തിട്ട് വേണ്ട വിധത്തില് നമ്മൾ ഉപയോഗിച്ചാൽ മാത്രമേ അത് നടക്കുള്ളൂ. ഇന്ന ആത്മാനം അവസാദി, ഒരിക്കലും ആ മനസ്സ് നമ്മുടെ ആത്മാവിനെ താഴെ ലെവലിലേക്ക്, അധമത്തിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല, അധോഗതിയിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. എവിടെ പിന്നെ എന്താണ്? ഉദ്ധരിക്കാനുള്ളത്. നമ്മുടെ മനസ്സ് ഒരിക്കലും നമ്മളുടെ ആത്മാവിനെ അധോഗതിയിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. ആത്മൈവഹി ആത്മാനോ ബന്ധു, ആത്മാവാണ് നമ്മളുടെ ആത്മാവിന്റെ ബന്ധം. അതായത് മനസ്സാണ് നമ്മുടെ ആത്മാവിന്റെ നല്ലൊരു സുഹൃത്ത്. എപ്പോഴാണ് സുഹൃത്താവുന്നത്? അതിനെ ഉദ്ധരിച്ചാൽ മാത്രം കേട്ടോ. ആത്മാവിനെ ഉദ്ധരിച്ചാൽ, മനസ്സുകൊണ്ട് നമ്മളുടെ ആത്മാവിനെ ഉദ്ധരിച്ചാൽ ആ മനസ്സ് നമ്മളുടെ ആത്മാവിന്റെ ബന്ധുവാകുന്നു, ഉത്തമ സുഹൃത്താവുന്നു. അല്ലാത്ത പക്ഷം ആത്മൈവ രിപുരാത്മന, ഓക്കെ, ആ മനസ്സ നമ്മളുടെ ആത്മാവിന്റെ ശത്രുവാകും. അപ്പോ മനസ്സ് ആത്മാവിന്റെ ബന്ധുവാവാം, മനസ്സ് ആത്മാവിന്റെ ശത്രുവാകും. നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു അതനുസരിച്ചിരിക്കും. നമ്മുടെ സോളാകുന്ന ആത്മാവിനെ മനസ്സുകൊണ്ട് ഉദ്ധരിക്കാൻ ശ്രമിച്ചാൽ ആ മനസ്സ് നമ്മുടെ ആത്മാവിന്റെ ബന്ധമാവുന്നു. അതേ മനസ്സ് നമ്മളുടെ ഇന്ദ്രിയഭോഗങ്ങളിൽ ഏർപ്പെട്ടാൽ എന്തായി? അത് നമ്മുടെ ആത്മാവിന്റെ ശത്രുവാകും. കാരണം നമ്മളുടെ ജീവിത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അത് ഉദ്ധരിക്കലാണ്. ഈ ഭൗതിക ലോകത്തു നിന്ന് ആധ്യാത്മിക ലോകത്തിലേക്ക് ഉദ്ധരിക്കലാണ് നമ്മൾ മനസ്സ് ചെയ്യേണ്ടത്. ആ മനസ്സ് അതിന് തോൽവി സംഭവിച്ചാൽ, പരാജയപ്പെട്ടാൽ, അപ്പൊ എന്തായി? അത് ബദ്ധശത്രുവായി. നമ്മളുടെ ആത്മാവിന്റെ, നമ്മൾ തന്നെ നമ്മളുടെ ആത്മാവിന്റെ ബദ്ധശത്രു. നമ്മളത് പറയുന്ന മനസ്സ്. അപ്പൊ നമ്മളുടെ ഉള്ളിലാണ് ഗുഡ് ഡോഗും ബാഡ് ഡോഗും. നമ്മുടെ മനസ്സാണ് ഗുഡ് ഡോഗ് ആൻഡ് ബാഡ് ഡോഗ്. ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് ഭഗവാന്റെ സേവനം അനുഷ്ഠിച്ച് നമ്മളുടെ ആത്മാവിനെ ഉദ്ധരിക്കുകയാണെങ്കിൽ, അതായത് മനസ്സുകൊണ്ട് നല്ല രീതിയിൽ, അപ്പോൾ അതെന്തായി? ഗുഡ് ഡോഗ്. അല്ല അതിന്റെ വിപരീതമാണ് സംഭവിക്കുന്നതെങ്കിൽ എന്തായി? അത് ബാഡ് ഡോഗ്. അതാണ് ഇതിന്റെ ഇത്. അപ്പോൾ മനസ്സാണ് ഇതിന്റെ മെയിൻ എലിമെന്റ് ആയിട്ട് ഇവിടെ കാണുന്നത്. അപ്പോൾ നമ്മളെ ഈ ഭൗതിക ലോകത്ത് നിന്ന് ആധ്യാത്മിക ലോകത്തിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്ന മെയിൻ എലിമെന്റ് എന്താണ്? മനസ്സ്. അതാണ് ഭഗവാൻ പറയുന്നത്, യൂസ് യുവർ മൈൻഡ് ടു അപ്ലിഫ്റ്റ് യുവർ സോൾ ഫ്രം ദിസ് മെറ്റീരിയൽ വേൾഡ് ടു ദ സ്പിരിച്വൽ വേൾഡ്. ഇഫ് യു യൂട്ടിലൈസ് ദാറ്റ് മൈൻഡ് in that direction, your mind is your best friend. If you fail to do that, your mind is your worst enemy. അപ്പോൾ നമ്മുടെ മനസ്സാണ് നമ്മുടെ ഉത്തമ സുഹൃത്തും നമ്മുടെ മനസ്സാണ് നമ്മുടെ ബദ്ധ ശത്രു. എങ്ങനെയായിരിക്കും അത്? ഹൗ വി യൂസ് ദാറ്റ് എന്നാണ് പറയുന്നത്. So one must deliver himself with the help of his mind and not degrade himself. The mind is the friend of the conditioned soul and his enemy as well. രണ്ടും മനസ്സാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്,
ഭഗവാൻ അർജുനോട് പറയുന്നു മനസ്സിന്റെ കാര്യത്തിൽ വേണ്ടി. ചഞ്ചലം ഹി മനഃ കൃഷ്ണ പ്രമാത്തി ബലം, പ്രമാത്തി സ്ട്രോങ്, ഒബ്സ്റ്റിനേറ്റ്, സോറി, വെരി വെരി ഒബ്സ്റ്റിനേറ്റ്, സബോർഡ്, ബലവഡ്, വെരി സ്ട്രോങ്, ദൃഢം. അതായത് ഒരു പ്രാവശ്യം നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ആന വന്ന് ഇളക്കിയാലും ഇളകില്ല. എനിക്കത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ചെയ്യണം, അറ്റ് എനി കോസ്റ്റ്. പ്രമാത്തി ബലവത് ദൃഢം. തസ്യാഹം നിഗ്രഹം മന്യേ, അതിനെ നിഗ്രഹിക്കാൻ ഇറ്റ്സ് നോട്ട് ഈസി. പക്ഷെ വായു ഇവസ് ദുഷ്കരം, വായുവിനേക്കാളും ബുദ്ധിമുട്ടാണ്. വായുവിനെ എനിക്ക് നിഗ്രഹിക്കാൻ പറ്റും, അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, പക്ഷേ മനസ്സിനെ പറ്റില്ല. അപ്പൊ ആ മനസ്സിന് നമ്മുടെ ശാസ്ത്രം തന്നെ എങ്ങനെയാണ് അതിനെ നിർവചനം കൊടുത്തിരിക്കുന്നത് വെച്ചാൽ അതിനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ഒരു ആരായിട്ടാണ്? കുരങ്ങനായിട്ട്, അല്ലെ? പലതവണ ഈ ഉദാഹരണം പറഞ്ഞാണ്. മനസ്സ് ഒരു കുരങ്ങനെ പോലെയാണ്. ഇത് സാധാരണ കുരങ്ങനല്ല. നമ്മൾ വൃന്ദാവനത്ത് കാണുന്നത് നമ്മുടെ ചസ്മ, അതായത് കണ്ണെടുക്കുന്നു, പേഴ്സ് എടുക്കുന്നു, മൊബൈൽ എടുക്കുന്നു, ആ ഇല്ലേ? അപ്പൊ നമ്മളിപ്പോൾ പഴമോ അല്ലെങ്കിൽ പീനട്സ് കൊടുത്താൽ അത് തിരിച്ചു തരുന്നു. അങ്ങനത്തെ കുരങ്ങനല്ല. ഇതൊരു സ്പെഷ്യൽ കുരങ്ങനാണ്. കുരങ്ങന്റെ എന്താ നേച്ചർ? ഫ്ലിക്കറിങ്, റെസ്റ്റ്ലെസ്. കാരണം നമ്മുടെ മൈൻഡ് ഫ്ലിക്കറിങ് ആണ് കുരങ്ങനെ പോലെ. കുരങ്ങൻ എങ്ങനെ റെസ്റ്റ്ലെസ് ആണ്, അതേപോലെ നമ്മുടെ മനസ്സും റെസ്റ്റ്ലെസ് ആണ്. മനസ്സിന്റെ രണ്ട് ആക്ടിവിറ്റി എന്താണ്? സങ്കല്പ, വികല്പ, അക്സെപ്റ്റിങ് ആൻഡ് റിജക്റ്റിങ്, അല്ലേ? ഒരു മനസ്സ് പറയും നമുക്ക് ഇന്ന് അവിടെ പോകണം, ഓക്കെ. ഉടനെ പറയും വേണ്ട വേണ്ട പോകണ്ട. എന്തിനാ പോകണം? അവർ നമ്മുടെ വീട്ടിൽ വന്നില്ലേ, പിന്നെ എന്താ നമ്മൾ അവരുടെ വീട്ടിൽ പോകണം? ഉടനെ മനസ്സ് ജസ്റ്റിഫൈ ചെയ്യും. ഓക്കെ, എൻ്റെ മകന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് ഞാൻ വിളിച്ചിട്ട് അവർ വന്നിട്ടില്ല, ഞാൻ എന്തിനാ അവരുടെ ബർത്ത്ഡേ പാർട്ടിക്ക് പോകണം? അപ്പോൾ അക്സെപ്റ്റിങ്, റിജക്റ്റിങ്, അതിങ്ങനെ വിത്തിൻ എ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ നമ്മുടെ മനസ്സ് മാറും, അല്ലേ? അപ്പൊ സങ്കല്പ, വികല്പ, അക്സെപ്റ്റിങ് ആൻഡ് റിജക്റ്റിങ്. പിന്നെ 3 ആസ്പെക്ട് എന്താണ് മനസ്സിന്റെ? തിങ്കിങ്, വില്ലിങ്, ഫീലിംഗ്. തിങ്കിങ്, വില്ലിങ് ആൻഡ് ഫീലിംഗ്, ഇതാണ് മനസ്സ്. അപ്പൊ ഈ മനസ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ അത്ര ഈസി അല്ല. നമുക്കൊരു പല ആൾക്കാരെയും ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു ഡിസിഷൻ മേക്കിംഗ് ഇസ് വെരി ഡിഫിക്കൽട്ട്. ഓരോ നിമിഷത്തിലും ഒരു സാരി ഷോപ്പിൽ പോയാൽ മാതാജിമാർക്ക് അറിയാം, അല്ലേ? ആ കടയിലുള്ള എല്ലാ സാരിയും പുറത്ത് കിട്ടാലും ഒരു സെലക്ഷൻ നമുക്ക് പറ്റില്ല. എത്ര സാരി സ്റ്റോക്ക് ഉണ്ട് അത് മുഴുവന് താഴേക്ക് വലിച്ചിട്ടാലും സെയിൽസ്മാൻ, അപ്പോഴും നമുക്കത്, കാരണം ഒരുപാട് ചോയ്സസ് ആണ്. ഇത് വേണം, ഇത് വേണ്ട, ഈ കളർ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചിട്ടുണ്ട്, അമ്മ വേറെ കളർ കാണിച്ചു, അത് ഈ തുണി എനിക്ക് എൻ്റെ വേറെ ഉണ്ട്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം ശരി അടുത്ത പ്രാവശ്യം വരാട്ടോ, ഒന്നും മേടിക്കാണ്ട് വരും. വൈ? യു കനോട്ട് ഫിക്സ് അപ്പ് യുവർ മൈൻഡ്, യു കനോട്ട് ടേക്ക് എനി ഡിസിഷൻ. മനസ്സിങ്ങനെ റെസ്റ്റ്ലെസ് ആണ്, വേണോ വേണ്ടേ, വേണോ വേണ്ടേ, അത് അല്ലേ? അല്ലെങ്കിൽ അല്ല പറയും, ഡിസിഷൻ എടുക്കാൻ വളരെ ബുദ്ധിമുട്ടല്ലേ? ഏതൊരു കാര്യത്തിലും, ഞാൻ ഉദാഹരണം പറഞ്ഞു, സാലഡ് ഷോപ്പിൽ പോകുമ്പോൾ അങ്ങനെ ഏതൊരു കാര്യത്തിലും നമുക്കൊരു ഡിസിഷൻ പറഞ്ഞാൽ പിന്നെ ഒന്നല്ലെങ്കിൽ സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരോട് ചോദിച്ചാൽ അവരുടെ ഡിസിഷൻ. ഇത് രണ്ടു ചെയ്യില്ല, അവനവനും ഡിസിഷൻ എടുക്കില്ല, മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്നില്ല. അതാണ് സങ്കല്പ, വികല്പ, അക്സെപ്റ്റിങ്, റിജക്റ്റിങ്. ആദ്യം ഒന്ന് അക്സെപ്റ്റ് ചെയ്യും, അല്ല വേണ്ട അങ്ങനെ ചെയ്യാം, എന്നിട്ട് അവസാനം അബദ്ധത്തിൽ ചെന്ന് ചാടും ചെയ്യും എടുക്കുന്ന ഡിസിഷനിൽ, അല്ലെ? പിന്നെ തിങ്കിങ്, വില്ലിങ് ആൻഡ് ഫീലിംഗ്, ഇത് 3 എപ്പോഴും തോട്ട്സ് പെർ മിനിറ്റ് എത്രയോ ഐ ഡോണ്ട് നോ, സം 60,000 തോട്ട്സ് ഓർ സംതിങ് പാസസ് ത്രൂ അവർ മൈൻഡ് എന്നാ പറയുന്നത്. ഒരു മിനിറ്റില് അറൌണ്ട് 60,000 തോട്ട്സ് നമ്മുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്നു, ആലോചിച്ചു. പിന്നെ വില്ലിങ്, ഒരുപാട് ആഗ്രഹങ്ങൾ, അത് ചെയ്യണം, ഇത് ചെയ്യണം. ഫീലിംഗ്, അപ്പൊ ഇത് ഈ 3 ആസ്പെക്റ്റും. അങ്ങനെയുള്ള മനസ്സിനെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? അപ്പൊ ആ മനസ്സിനെ ഒരു കുരങ്ങനോടാണ് ഉപയോഗിച്ചത്. ആ കുരങ്ങൻ നേരത്തെ പറഞ്ഞ പോലെ വൃന്ദാവനത്തിൽ കാണുന്ന കുരങ്ങനല്ല, അതിനെ എന്താണ് നന്നായിട്ട് മദ്യം കൊടുത്തിട്ടുണ്ട്, ഇഷ്ടം പോലെ മദ്യം കൊടുത്തു കഴിഞ്ഞാൽ റെസ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു കുരങ്ങൻ അതിന് മദ്യം കൂടിയും കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും എൻ്റെ സ്ഥിതി?
തൗസൻഡ്സ് ആൻഡ് തൗസൻഡ്സ് ഓഫ് ഫോൾഡ് അതിന്റെ റെസ്റ്റ്ലെസ് കൂടും. നമ്മൾ കണ്ടിട്ടില്ലേ മദ്യം കഴിച്ചിട്ട് 2 കാലിൽ ഉള്ള ജീവികളെ 4 കാലിൽ നടക്കുന്ന കണ്ടിട്ടില്ലേ? അപ്പൊ അപ്പൊ ഈ കുരങ്ങൻ മദ്യം കൂടി കഴിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? അതും ഫോറിൻ ലിക്കറാ, നാടൻ ലിക്കറല്ല. ഓക്കെ, അതും പോരാഞ്ഞിട്ട് എന്താ പറയുന്നത്? തേള്. ഒരു തേളൊന്നല്ല, അതിന് ആയിരക്കണക്കിന് തേളുകള് ഒരേ സമയത്ത് കടിച്ചാൽ എന്തായിരിക്കും പെയിന്? ഭാഗവതം പറയുന്നു, മരിക്കുന്ന സമയത്ത്, അതായത് പാപം ചെയ്ത ആൾക്കാര് ദേഹം വെടിയുന്ന സമയത്ത് എത്ര 40,000 അതോ 60,000 തേളുകൾ ഒരേ സമയത്ത് കടിച്ചാലുള്ള പെയിൻ അത്ര കിട്ടും. അപ്പൊ അത്രയും പെയിന് കിട്ടുമ്പോ ആ കുരങ്ങന്റെ സ്ഥിതി എന്തായിരിക്കും ആലോചിച്ചു? നമുക്കതൊന്നും ആലോചിക്കാനും കൂടി പറ്റില്ല. അതായത് കുരങ്ങൻ ഓൾറെഡി റെസ്റ്റ്ലെസ് ആണ്, ഇഷ്ടംപോലെ മദ്യപിച്ചിട്ടുണ്ട്, അതിന് പുറമെ ഒരുപാട് തേളും കടിച്ചിട്ടുണ്ട്. അതും പോരാഞ്ഞിട്ട് ശാസ്ത്രം പറയുന്നു ആ കുരങ്ങനെ ഭൂതപ്രേത പിശാച് ബോണ്ട് ചെയ്തിട്ടുണ്ട്. ആ ബാധയും കൂടിയുണ്ട്. പ്രേതബാധ, ഭൂതബാധ, പിശാചിന്റെ ബാധയൊക്കെ പിടിച്ചാൽ എന്തായിരിക്കും നമ്മളുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എങ്ങനെയായിരിക്കും? അപ്പൊ അങ്ങനെ ഒരു കുരങ്ങനോടാണ് നമ്മുടെ മനസ്സിനെ താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അതിന്റെ ആ ഫ്ലിക്കറിങ് നേച്ചർ, റെസ്റ്റ്ലെസ് നേച്ചർ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഉപമ. ആൻഡ് ഇറ്റ് ഈസ് റിയലി സോ, ആക്ച്വലി സ്പീക്കിംഗ്. നമ്മൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് അങ്ങനെയാണ്. ഒരിക്കലും നമുക്ക് ഒരു ഫേം ഡിസിഷൻ എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, എസ്പെഷ്യലി ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിലൊക്കെ. അതുകൊണ്ടാണല്ലോ അർജുനൻ ശ്രീകൃഷ്ണ ഭഗവാനെ തന്റെ ഗുരുവായിട്ട് സ്വീകരിച്ചത്. ഒരു കൺഫ്യൂഷൻ ആയിട്ടാണല്ലോ. മനസ്സ് ആദ്യം യുദ്ധത്തിനെല്ലാം തയ്യാറായി. ഞാൻ എനിക്ക് ഗാന്ധിയുമുണ്ട്, ഞാൻ വാര്യറാണ്, ഞാൻ ക്ഷത്രിയരാണ്, ഞാൻ എക്സ്പേർട്ടാണ് എന്നൊക്കെ വിചാരിച്ചത്. എന്തായാലും ഞാൻ അവരെ തോൽപ്പിക്കും, കൗരവന്മാരെ തോൽപ്പിക്കും, ഞങ്ങൾക്ക് രാജഭരണം കിട്ടും. ആ ഒരു ഇതിലെ യുദ്ധമൊക്കെ നിശ്ചയിച്ചു. യുദ്ധക്കളത്തിൽ വന്ന സമയത്ത് ഇവരെല്ലാവരും കണ്ടു, ഭീഷ്മാചാര്യരെ, ദ്രോണാചാര്യരെ, കൃപാചാര്യരെ, തന്റെ സന്ധുബന്ധുക്കളെ എല്ലാം കണ്ടപ്പോ അർജുനന്റെ മനസ്സ് മാറി. ആദ്യം ആ എന്താ പറയാ, ആ വില്ലാളി വീരനായിട്ടുള്ള അർജുനനല്ല യുദ്ധക്കളത്തിൽ വന്നപ്പോ അർജുനന്റെ മനസ്സ് മാറി. എന്ത് ചെയ്യണം, എന്താണ് കാര്യം? 4 പ്രശ്നങ്ങളാണ് അലട്ടുന്നത്. എന്താണ്? ഞാൻ എൻ്റെ സ്വന്തം ബന്ധുജനങ്ങളെ കൊന്നിട്ട് എനിക്ക് രാജപദവി കിട്ടിയിട്ട് എന്താ കാര്യം? ആദ്യത്തെ പ്രശ്നം കൺഫ്യൂഷൻ. ഞാൻ ഇവരൊക്കെ കൊന്നിട്ട് എന്താണ് കാര്യം? എൻ്റെ സ്വന്തം ജനങ്ങളെ, സ്വന്തം ബന്ധുക്കളെ കൊല്ലുക, ഇപ്പൊ എന്താ കാര്യം? അങ്ങനെ രാജ്യം കിട്ടിയിട്ട് എന്താ കാര്യം? യുദ്ധം ചെയ്യണോ ചെയ്യണ്ടേ എന്നൊരു കൺഫ്യൂഷൻ. യുദ്ധത്തിന് വന്ന് ഇറങ്ങി ശംഖ് വിളിച്ചു, യുദ്ധം തുടങ്ങേണ്ട വ്യക്തിയാണ് അവിടെ പറയുന്നത് ഞാൻ യുദ്ധം ചെയ്യാൻ പോകുന്നില്ല, ഞാനൊരു ബെഗറായിട്ട് ഒരു സന്യാസിയായിട്ട് പോവാം, അങ്ങനെ ജീവിക്കാമെന്ന് പറയുന്നത്. ടോട്ടലി കൺഫ്യൂസ്ഡ്. പിന്നെ അഥവാ ഞാൻ യുദ്ധത്തില് ജയിക്കുകയാണ്, ഇവരെല്ലാം കൊല്ലണം, അപ്പൊ എത്ര പാപം ഞാൻ ഏറ്റെടുക്കേണ്ടി വരും അല്ലേ? എത്ര പാപം ഞാൻ ഏറ്റെടുക്കും അത്. അപ്പൊ ഞാൻ പാപം ചെയ്താൽ എവിടെ പോവും? നരകത്തിന് പോവും. എന്തിനാണ് ഞാൻ ചെയ്യുന്നത്? ഇനിയിപ്പൊ അഥവാ ഞാൻ ജയിച്ചു വിചാരിക്കാം, എന്നിട്ട് എൻ്റെ എൻജോയ്മെന്റ് കാണാൻ ആരും ഉണ്ടാവില്ല. എല്ലാവരും വധിക്കപ്പെട്ടാൽ എൻ്റെ കയ്യിൽ കുറെ സ്വത്തുണ്ട്, ആരും ഇത് കാണാനില്ലെങ്കിൽ എൻ്റെ സ്വത്തുണ്ടായിട്ട് എൻ്റെ കയ്യിൽ കുറെ വലിയ ബംഗ്ലാവുണ്ട്, കുറെ സ്വത്തും ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊന്നും മറ്റുള്ളവർ കാണാൻ ഇല്ലെങ്കിൽ എങ്ങനെ ഇത് ആസ്വദിക്കാൻ പറ്റും? എനിക്ക് എവിടുന്ന് എൻജോയ്മെന്റ് കിട്ടും? എൻ്റെ കയ്യിലുണ്ട്, മറ്റുള്ളവരില്ല, അപ്പോഴല്ലേ എനിക്ക് എൻജോയ്മെന്റ് ഉണ്ടാവുള്ളൂ. ഇല്ല, അതല്ലേ സാധാരണ. എനിക്കുണ്ട്, മറ്റുള്ളവർക്കില്ല. അപ്പോഴാണ് അവര് നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യും, നമ്മളെ കൊമ്പത്ത് കയറ്റിയെടുത്തും. അപ്പൊ നമുക്ക് എൻജോയ് ചെയ്യും. ഇതിപ്പോ എൻജോയ് ചെയ്യാൻ ആരുമില്ല അല്ലെ? പിന്നെന്താണ്? പിന്നെ വീണ്ടും പ്രശ്നം, ഇവരെല്ലാം വധിക്കപ്പെട്ട് കഴിഞ്ഞാൽ സ്ത്രീകളും വൃദ്ധന്മാരും മാത്രം ബാക്കിയാവും.
കുട്ടികളും ഒക്കെ എല്ലാവരും, അതായത് യുദ്ധത്തിൽ പങ്കെടുത്ത എല്ലാവരും വധിക്കപ്പെടും. അപ്പൊ ഇവരെ സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധാവസ്ഥയിലുള്ള ആൾക്കാരെയും പ്രൊട്ടക്ട് ചെയ്യാൻ ആരുണ്ട്? അപ്പോ ട്രഡീഷൻ കാത്തുരക്ഷിക്കാൻ ആരുണ്ടാവില്ല. കൾച്ചറൽ ട്രഡീഷൻ ഇതെല്ലാം നശിക്കും, വർണ്ണശങ്കരം സംഭവിക്കും. ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ്? ടോട്ടലി കാവറ്റിക് ഇൻ ദ സൊസൈറ്റി. അപ്പൊ ഈ പ്രശ്നങ്ങളെല്ലാം അർജുനന് വന്നപ്പോ ടോട്ടലി കൺഫ്യൂഷനാണ്. ഞാൻ എന്ത് ചെയ്യണം എന്ന് ആരോട് ചോദിക്കാം? സോ ദ ഓൺലി പേഴ്സൺ ഈസ് ലോർഡ് കൃഷ്ണ, ബട്ട് ലോർഡ് കൃഷ്ണ ഈസ് ഹിസ് ഫ്രണ്ട്. അപ്പൊ ആ സമയം മുതൽക്ക് ലോർഡ് കൃഷ്ണ ആരായി? എൻ്റെ ഗുരുവായി. അപ്പൊ അവിടെ ഉടനെ കംപ്ലീറ്റ് സറണ്ടറൻസ് ആണ്. അപ്പൊ ഗുരുവായിട്ട് സ്വീകരിച്ചിട്ട് ആ ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുകയാണ് എന്താണ്. അപ്പോ ഭഗവത്ഗീത കണ്ടെക്സ്റ്റ് എന്താണ്? വാർ അല്ലെ? കണ്ടെക്സ്റ്റ് എന്താണ്? വാറാണ്. പക്ഷെ കണ്ടന്റ് എന്താണ്? വാറല്ല. കണ്ടന്റ് എന്താണ്? ലൈഫ് എങ്ങനെ ജീവിക്കണം, സിദ്ധാന്തം, ഫിലോസഫി, സോൾ എന്താണ്, അതായത് ജീവാത്മാവ് ആരാണ്, പരമാത്മാവ് ആരാണ്, പ്രകൃതി എന്താണ്, കാലം എന്താണ്, കർമ്മം എന്താണ്, ഇതിനെപ്പറ്റി പഠിപ്പിക്കുന്ന സിദ്ധാന്തങ്ങളാണ് ഭഗവത്ഗീത. അപ്പൊ അതൊരു യുദ്ധത്തിന്റെ കോണ്ടെക്സ്റ്റില് ഉത്ഭവിച്ചിട്ടുള്ള ഒരു ഫിലോസഫിക്കൽ ട്രീറ്റൈസ് ആണെങ്കിൽ കൂടിയിട്ട് യുദ്ധം അവിടെ അതല്ല പറയും. ഇപ്പൊ എല്ലാവരും തെറ്റിദ്ധരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഭഗവത്ഗീത യുദ്ധത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നു. യുദ്ധത്തിന് ഒരിക്കലും ഭഗവത്ഗീത പ്രൊമോട്ട് ചെയ്തില്ല അല്ലേ? യുദ്ധത്തിന് ഒരിക്കലും ആ കോണ്ടെക്സ്റ്റില് സംസാരിക്കുന്നു മാത്രം. യുദ്ധം ഒരു കോണ്ടെക്സ്റ്റ് മാത്രം. കണ്ടന്റ് നമ്മുടെ ലൈഫ്, ഹൗ വി ഷുഡ് ലിവ് അവർ ലൈഫ്, നമ്മുടെ ധർമ്മം എന്താണ് പറയുന്നത്, ഞാൻ ആരാണ്, ഭഗവാൻ ആരാണ്, പ്രകൃതി എന്താണ്, കാലം എന്താണ്, കർമ്മം എന്താണ്, ഇതിനെപ്പറ്റി പഠിപ്പിക്കുന്നതാണ് ഭഗവത്ഗീത. ഇറ്റ്സ് നോട്ട് അബൌട്ട് വാർ. അപ്പൊ ആ എല്ലാ ആൾക്കാരുടെയും തെറ്റിദ്ധാരണ പൊതുവെ അത് ഒരു മിസ്കൺസെപ്ഷനാണ്. അപ്പോ അങ്ങനത്തെ മനസ്സ് ടോട്ടൽ കൺഫ്യൂഷൻ ആയപ്പോ അർജുനൻ പൂർണ്ണമായിട്ടും ഭഗവാനെ ആശ്രയിച്ചു. പിന്നെ ഭഗവാൻ ഭഗവത്ഗീത പറഞ്ഞു കൊടുത്തു. അതാണ് കോണ്ടെക്സ്റ്റ്. കാരണം നമ്മളുടെ അർജുനന്റെ മനസ്സ് തന്നെ അങ്ങനെയാണെങ്കിൽ നമ്മുടെ സാധാരണ ജനങ്ങളുടെ മനസ്സെന്തായിരിക്കും? അർജുനന് കൺഫ്യൂഷൻ വന്നാൽ നമ്മളെപ്പോലുള്ള ആൾക്കാർ പറയാനുണ്ടോ? സോ അർജുനൻ മുഖേന, അർജുനൻ ത്രൂ നമ്മൾക്കും പറഞ്ഞു തരാണ് ഇങ്ങനെ ഒരു കോണ്ടെക്സ്റ്റ് വരുന്ന സമയത്ത് നമ്മളുടെ ലൈഫിലും ഇങ്ങനെ ഒരുപാട് സിറ്റുവേഷൻസ് വരാം. ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, എന്ത് ശരി, എന്ത് തെറ്റ്, എന്ത് നല്ലത്, എന്ത് ചീത്ത, ഇതൊന്നും നമുക്ക് മനസ്സിലാക്കാനുള്ള ആ ബുദ്ധി അർജുനനുണ്ടായിരുന്നില്ല. ആ സമയത്ത് ആലോചിച്ച് നോക്കൂ. when he was in that situation, he could not take a decision. So what to speak of people like us? അപ്പൊ നമുക്ക് അങ്ങനത്തെ സിറ്റുവേഷനിൽ കൂടെ കടന്നു പോവാം. നമ്മുടെ ഇന്നത്തെ കാലത്ത് ഒരുപാട് കാര്യങ്ങൾ. സോ വാട്ട് വി ഷുഡ് ഡു? സോ വി ഷുഡ് ടേക്ക് ഷെൽട്ടർ ഓഫ് എ സ്പിരിച്വൽ മാസ്റ്റർ. എങ്ങനെ അർജുനൻ ഭഗവാൻ ശ്രീകൃഷ്ണനെ ഒരു ഗുരുവായി സ്വീകരിച്ച് അദ്ദേഹത്തിന്റെ ഉപദേശം സ്വീകരിച്ചുവോ, അതേപോലെ നമ്മളും അങ്ങനത്തെ സിറ്റുവേഷനിൽ മാത്രമല്ല പൊതുവെ നമ്മളുടെ ലൈഫ് എങ്ങനെ ജീവിക്കണം എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഒരു ഗുരുനാഥന് ആവശ്യമാണ്. അപ്പോൾ ജനറലി നമുക്ക് ആവശ്യമുണ്ട്. അല്ലാതെ സ്പെസിഫിക് സിറ്റുവേഷനിൽ ഇങ്ങനത്തെ സിറ്റുവേഷൻ നമ്മൾ കടന്നു പോകുമ്പോൾ അതിന് നമ്മളെ ഉപദേശിക്കാൻ വേണ്ടിയിട്ട്, നമ്മളെ അഡ്വൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഒരു ഗുരുനാഥൻ വേണം. നമ്മളുടെ ആ പ്രവാദ പറയുന്ന പോലെ ടൈനി ഇന്റലിജൻസ് യൂസ് ചെയ്തിട്ട് നമുക്കൊരു തീരുമാനത്തിൽ എത്താൻ പറ്റില്ല. സോ വി നീഡ് എ ബോണഫൈഡ് സ്പിരിച്വൽ മാസ്റ്റർ. അതാണ് അർജുനൻ ഭഗവാൻ പൂർണ്ണമായിട്ടും ശരണം പ്രാപിച്ചത്. കാർപ്പണ്യദോഷോ പഹത സ്വഭാവ അല്ലെ? മൈസേർലി വീക്ക്നെസ്. എന്താണ് മൈസേർലി വീക്ക്നെസ് പറയാൻ കാരണം? അർജുനൻ ഒരു ഭാര്യനാണ്, ക്ഷത്രിയനാണ്. ആ ക്ഷത്രിയ ധർമ്മം ഉപേക്ഷിച്ചിട്ട് ഒരു സന്യാസിയുടെ, ഒരു ബെഗിങ്, ഒരു ഭിക്ഷക്കാരന്റെ ആ ഒരു പ്രൊഫഷൻ ഏറ്റെടുക്കാനുള്ളത് അത് മൈസേർലി വീക്ക്നെസ് ആണ്. എന്നുവെച്ചാൽ തൻ്റെ ധർമ്മം ഉപേക്ഷിച്ചിട്ട് തനിക്ക് പറഞ്ഞിട്ടില്ലാത്ത ഒരു ധർമ്മം
ചെയ്യാൻ വേണ്ടി പോവാണ്. അതൊരു വീക്ക്നെസ് അല്ലേ? അതാണ് ഒരു വീക്ക്നെസ്, മൈസെല്ലിന്റെ വീക്ക്നെസ്. അപ്പൊ അതിന്ന് എന്നെ ഉയർത്താൻ വേണ്ടി പറയാണ് ഭഗവാനോട്, എനിക്ക് വേണ്ടുന്ന നിർദ്ദേശം തന്നിട്ട് എന്നെ നയിച്ചാലും എന്നാണ് അർജുനന്റെ ഒരു. ഇവിടെ പറയുന്നത് നമ്മളുടെ മനസ്സും അതേപോലെ ചഞ്ചലമാണ്. അർജുനന്റെ മനസ്സ് എക്സോൾട്ടഡ് ഡിവോട്ടി ആയിട്ടുള്ള അർജുനന്റെ മനസ്സ് ചഞ്ചലമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിനെ പറയേണ്ട യാതൊരു ആവശ്യമില്ല. ഇത് നമ്മൾ അത്രയും ഒരു ഓർഡിനറി ലിവിങ് ബീയിങ് ആണ്. അർജുനൻ എക്സോൾട്ടഡ് ഡിവോട്ടിയാണ്. ഒരു എക്സോൾട്ടഡ് ഡിവോട്ടിക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ സ്റ്റേജ് വരാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കും അത് ബാധകമാണ്. സോ വാട്ട് വി ഷുഡ് ഡു, അർജുനോട് പറഞ്ഞ അതേ നിർദ്ദേശം ഭഗവാൻ, ഉദ്ധരേത് ആത്മനാത്മാനം ന ആത്മാനം അവസാദയേത് ആത്മൈവ ഹി ആത്മനോ ബന്ധു ആത്മൈവ രൂപരാത്മനം. ഈ നിർദ്ദേശം നമ്മളും ഫോളോ ചെയ്യണം. So the word Atma denotes body, mind and soul, depending upon different circumstances. In the yoga system, the mind and the conditioned soul are especially important. അപ്പോൾ ഇവിടെ ഇതിനെ പറ്റിയാണ് പരാമർശിക്കുന്നത്, യോഗ. അപ്പോൾ മനസ്സ് അതേപോലെ ആത്മാവ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് യോഗ സിസ്റ്റത്തിന്. Since the mind is the central point of yoga practice, ആത്മ റിഫേഴ്സ് ഹിയർ ടു ദ മൈൻഡ്. നമ്മൾ യോഗ അഭ്യാസത്തില് മൈൻഡ് കൺട്രോൾ ആണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഈ പെർട്ടിക്കുലർ ശ്ലോകത്തില് ആ ഒരു പെർട്ടിക്കുലർ വേർഡ് ആത്മ റിഫേഴ്സ് ടു ദ മൈൻഡ്. ദ പർപ്പസ് ഓഫ് ദ യോഗ സിസ്റ്റം ഈസ് ടു കൺട്രോൾ ദ മൈൻഡ് ആൻഡ് ടു ഡ്രോ ഇറ്റ് അവേ ഫ്രം അറ്റാച്ച്മെന്റ് ടു സെൻസ് ഒബ്ജക്ട്സ്. എങ്ങനെ ഒരു ആമ അതിൻ്റെ ഒരു അപകടത്തിൽ പെടുകയാണെങ്കിൽ, എന്തെങ്കിലും ശത്രുക്കൾ വരികയാണെങ്കിൽ അതിന്റെ ലിംസിനെ വിഡ്രോ ചെയ്യുന്നു അല്ലേ? അതേപോലെ നമ്മളും നമ്മുടെ എല്ലാ സെൻസസിനെയും സെൻസ് ഒബ്ജക്ട്സിന് വിഡ്രോ ചെയ്യണം. അതാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ മൈൻഡിനെ സെൻസ് ഒബ്ജക്ട്സിന് വിഡ്രോ ചെയ്തിട്ട് ഭഗവാനിൽ കേന്ദ്രീകരിക്കണം. സോ പർപ്പസ് ഓഫ് ദിസ് യോഗ സിസ്റ്റം ഇസ് ടു കൺട്രോൾ ദ മൈൻഡ് ആൻഡ് ടു ഡ്രോ ഇറ്റ് അവേ ഫ്രം ദ അറ്റാച്ച്മെന്റ് ടു സെൻസ് ഒബ്ജക്ട്സ്. അപ്പോ ധ്യായതോം വിഷയാം പുംസാം സംഘസ്തേഷു വിജായതേ സംഘാ സഞ്ജായതേ കാമാ ക്രോധോ വിജായതേ അല്ലേ? അപ്പോൾ നമ്മള് വിഷയം പറഞ്ഞ സെൻസ് ഒബ്ജക്ട്സ് നമ്മൾ ധ്യാനിക്കുമ്പോൾ, നമ്മളുടെ സെൻസ് ഒബ്ജക്ട്സിൽ ധ്യാനിക്കുമ്പോൾ ധ്യായതോ വിഷയാം പുംസാം, വിഷയം പറഞ്ഞ സെൻസ് ഒബ്ജക്ട്സ്, അതിൽ നമ്മൾ കോൺടംപ്ലേറ്റ് ചെയ്യുമ്പോൾ എന്താണ്? അറ്റാച്ച്മെന്റ്, ആസക്തി, അതാണ് സംഭവിക്കുന്നത്. സംഘസ്തേശുപചായ സഞ്ചായതേ കാമം. അപ്പൊ ആ സംഘം അത് നമ്മൾ വേണ്ട പോലെ ആഗ്രഹിച്ച് നടന്നില്ലെങ്കിൽ എന്താണ്? കാമം നമ്മളുടെ പൂർത്തീകരിച്ചിട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? ക്രോധം. അപ്പൊ ആദ്യം അറ്റാച്ച്മെന്റിന് കാമം വരും, ആഗ്രഹങ്ങള്. ആ ആഗ്രഹങ്ങള് സബലീകരിച്ചില്ലെങ്കിൽ ക്രോധം വരും. പിന്നെ നെക്സ്റ്റ് ക്രോധാത് ഭവതി സമോഹ സ്മൃതി വിഭ്രമ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശാത് പ്രണശം. അങ്ങനെ ഒരു 8 ഇതാണ് അല്ലെ? ആ 2 ശ്ലോകത്തില് പ്രധാനപ്പെട്ട 8 കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ അതിന്ന് ഈ 2 ശ്ലോകം നമ്മൾ മനസ്സിലാക്കിയതിന്റെ കാര്യങ്ങൾ ക്ലിയർ ആയി. നമുക്ക് എൻടാങ്കിൾമെന്റ്, ഈ മെറ്റീരിയൽ എൻടാങ്കിൾമെന്റ് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. എന്താണ്? നമ്മളുടെ സെൻസ് ഒബ്ജക്റ്റിൽ കോണ്ടംപ്ലേറ്റ് ചെയ്യാൻ പാടില്ല. rather we should contemplate on the holy name of the Lord, form of the Lord, leela of the Lord, okay, paraphernalia of the Lord. അങ്ങനെ നമ്മൾ കോണ്ടംപ്ലേറ്റ് ചെയ്യുക, നോട്ട് ഓൺ ദ സെൻസ് ഒബ്ജക്ട്സ്. സോ ഗുണ രൂപ ലീല, നാമ ഗുണ രൂപ ലീല, ഇതിനാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ മനസ്സിൽ, നോട്ട് ഓൺ സെൻസ് ഒബ്ജക്ട്സ്. So in fact, the pure soul is entangled in the material world because the mind is involved with the false ego, which decides to lord it over material nature. അപ്പോൾ മനസ്സ് എപ്പോഴും എന്തിനാണ്? അഹങ്കാരം,
പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നു. അഹം എന്ന് പറഞ്ഞ ഞാൻ. കര മീൻസ് ചെയ്യുക. Okay. ഞാൻ ചെയ്യുന്നു എന്നുള്ള ഒരു ഫീലിംഗ് വരുമ്പോഴാണ് അഹങ്കാരണം. ഞാനാണ് കർത്ത, ഞാനാണ് ഡൂവർ, ഞാനാണ് എൻജോയർ, ഞാനാണ് കൺട്രോളർ. ഇന്ന് ഉള്ള ആ ഒരു മനോഭാവം എപ്പോ വന്നു? അവിടെ ഫാൾസ് ഈഗോ, അഹങ്കാരം. നേരെ മറിച്ച് ഇതല്ല, ഞാൻ ഒരു ഇന്റർമീഡിയറ്റ് ഡൂവർ ആണ്, ഒരു ഇമ്മീഡിയറ്റ് ഡൂവർ ആണ്, ഇന്റർമീഡിയറ്റ് ഡൂവർ ഉണ്ട്, ആൻഡ് അൾട്ടിമേറ്റ് ഡൂവർ ഉണ്ട്. അൾട്ടിമേറ്റ് ഡൂവർ ഇസ് ലോർഡ് കൃഷ്ണ. നമ്മളുടെ ആഗ്രഹം ഒക്കെ ഇമ്മീഡിയറ്റ് ഡൂവർ ആയിട്ടുള്ള നമ്മൾ ചിലത് ആഗ്രഹിക്കുന്നു, പക്ഷെ അത് സബലീകരിക്കണമെങ്കിൽ ഭഗവാന്റെ സാങ്ക്ഷമാണ് അൾട്ടിമേറ്റ് ഡൂവർ. സോ ഐ ആം നോട്ട് ദ complete doer. I am part of that activity. So, immediate doer, intermediate doer, and the ultimate doer. But ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം ചെയ്യാൻ, ഓക്കെ, ഞാൻ അതിനെ ഇനിഷ്യേറ്റ് ചെയ്യുന്നു, പക്ഷേ അതിൻ്റെ സാഹചര്യങ്ങൾ, അതിൻ്റെ മോഡ്സ്, ആ ഗുണങ്ങൾ എന്നെ സഹായിക്കുന്നില്ലെങ്കിൽ, സിറ്റുവേഷൻ എന്നെ സഹായിക്കുന്നു, അതാണ് ഇന്റർമീഡിയറ്റ് ഡൂവർ. സിറ്റുവേഷൻ, സർക്കംസ്റ്റൻസസ് അത് സഹായിച്ചാൽ നമുക്ക് പിന്നെ നെക്സ്റ്റ് എന്തായി? ഭഗവാന്റെ സാങ്ഷൻ വേണം. സഹായിച്ചില്ലെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ഫെയിലിയർ ആയി. ഇനിയിപ്പോ നമ്മൾ ചെയ്തു, തുടങ്ങി, ഇനിഷ്യേറ്റ് ചെയ്തു ഒരു ആക്ടിവിറ്റി, സിറ്റുവേഷൻ എല്ലാം ഫേവറബിൾ ആയി, പിന്നെ സാങ്ഷൻ ചെയ്തു ഭഗവാൻ, സോ ദ ആക്ടിവിറ്റി ഈസ് കംപ്ലീറ്റ്. നേരെ മറിച്ച് ഞാൻ ഇനിഷ്യേറ്റ് ചെയ്തു, സിറ്റുവേഷൻ ഫേവറബിൾ ആയി, പക്ഷെ ഭഗവാൻ സാങ്ഷൻ ചെയ്തില്ല, ആക്ടിവിറ്റി ഇൻകംപ്ലീറ്റ്. അല്ലേ? അപ്പോൾ അതാണ് പറയുന്നത്, അഹങ്കാരം, ഞാൻ ചെയ്യുന്നു എന്നുള്ളത്, ഞാനൊരു നിമിത്തം മാത്രമാണ്. ഭഗവാൻ അർജുനോട് പറയുന്നത് അല്ലേ, നിമിത്ത മാത്രം ഭവസവ്യ സാച്ചിൻ, യു ആർ ജസ്റ്റ് എൻ ഇൻസ്ട്രുമെന്റ് ഇൻ മൈ ഹാൻഡ്സ്, യു ആർ നോട്ട് ദ ഡുവർ, ഐ ആം ദ ഡുവർ. എൻ്റെ സാങ്ഷൻ ഇല്ലാണ്ട് ഒന്നും നടക്കില്ല. അപ്പൊ അതുകൊണ്ടാണ് അഹങ്കാരം പാടില്ല. അഹങ്കാരം എന്ന് പറഞ്ഞാൽ ഫോൾസ് ഈഗോ. ഞാനാണ് ഇതിന്റെ കർത്ത, ഞാനാണ് ഇതിന്റെ ഡുവർ, ഇതിന്റെ ഡുവർഷിപ്പ്, ഇതിന്റെ പ്രൊപ്പറേറ്റർഷിപ്പ്, ഇതിന്റെ കൺട്രോളർഷിപ്പ്, ഇത് ഞാൻ ഏറ്റെടുക്കാൻ പാടില്ല എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് വാട്ട് ഹിയർ ഫോൾസ് ഈഗോ എന്ന് പറയുന്നത്. മൈൻഡ് ഈസ് ഇൻവോൾവ് വിത്ത് ഫോൾസ് ഈഗോ. ഞാൻ ചെയ്യുന്നു, എനിക്ക് വേണ്ടി ചെയ്യുന്നു, എൻ്റെ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്നു, എൻ്റെ മനതൃപ്തിക്ക് വേണ്ടി ചെയ്യുന്നു, എൻ്റെ ആസ്വാദനത്തിന് വേണ്ടി ചെയ്യുന്നു. That is wrong. That is false ego. എന്തിനെ? ഞാൻ ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നു, to lord it over the material nature. Therefore, the mind should be trained so that it will not be attracted by the glitter of material nature. അപ്പൊ അതുകൊണ്ട് മനസ്സിനെ നമ്മൾ ട്രെയിൻ ചെയ്യണം. എങ്ങനെ ഒരു മൃഗത്തിനെ, ഒരു വന്യമൃഗത്തിനെ ആൾക്കാർ ട്രെയിൻ ചെയ്തെടുക്കുന്നില്ലേ? ട്രെയിൻ ചെയ്യുക അല്ലേ? അതേപോലെ നമ്മുടെ മനസ്സിനെ ട്രെയിൻ ചെയ്യണം. എന്തിന്? നോട്ട് ടു ഇൻഡൾജ് ഇൻ സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ, ബട്ട് ടു സെർവ് ദ സുപ്രീം ലോർഡ്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, therefore the mind should be trained so that it will not be attracted by the glitter of material nature. എന്നുവെച്ചാൽ ഈ ഭൗതിക ലോകം അത്രയും അല്ലോറിംഗ് ആണ്, പ്രലോഭനം. എന്ത് ചെന്നാലും, എസ്പെഷ്യലി ഒരു ഇപ്പോഴത്തെ ഗ്ലിറ്ററിങ് വേൾഡ്, എവറിത്തിങ് ഈസ് അട്രാക്റ്റീവ്. നമുക്ക് അത് വേണം, ഇത് വേണം, എല്ലാം വേണം, എല്ലാം വാരി പിടിക്കണം നമുക്ക്. അതിൽ നിന്ന് നമുക്ക് ഗ്ലിറ്റർ ആണ്, ഗ്ലിറ്റർ ഓഫ് ദ മെറ്റീരിയൽ നേച്ചർ ആണ്. Everything is glittery. So in this way the conditions will may be saved. One should not degrade oneself by attraction of sense objects. നമ്മൾ ഒരിക്കലും താഴെ ലെവലിലേക്ക് പോകാൻ പാടില്ല, അങ്ങനെ ആ ഇന്ദ്രിയ സുഖങ്ങളിൽ ഏർപ്പെട്ടിട്ട്. The more one is attracted by sense objects, the more one becomes entangled in material existence. അപ്പോൾ എത്രത്തോളം നമ്മൾ ആ ഭൗതിക തലത്തിൽ നമ്മുടെ ഇന്ദ്രിയ വിഷയങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു, അത്രത്തോളം നമ്മൾ ഭൗതിക ലോകത്ത് ആ കുരുക്കിൽ പെട്ട് കിടക്കും, എൻടാങ്കിൾമെന്റ്. The best way to disentangle oneself is to always engage the mind in Krishna consciousness. The word is
The word he is used for emphasizing this point, that is, that one must do this. It's also said, mana eva manushyanam karanam bandha mokshaya bandhaya vishayasango muktai nirvishayam manaha. For man, mind is a cause of bondage, mind is a cause of liberation. അപ്പൊ നമ്മളെ ഇവിടെ ബന്ധിപ്പിക്കുന്നതും മനസ്സാണ്, നമ്മളെ ഇവിടുന്ന് മോക്ഷം തരുന്നത്, നമുക്ക് മുക്തി തരുന്നതും മനസ്സാണ്. How we utilize the mind, how we engage the mind, it depends. Mind absorbed in sense objects is a cause of bondage, and mind detached from sense objects is a cause of liberation. Okay, നമ്മളെ മനസ്സ് സെൻസ് ഒബ്ജക്ട്സിൽ മുഴുകിയിട്ട് ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട് ചെയ്യുകയാണെങ്കിൽ അത് നമ്മളെ ബന്ധിപ്പിക്കുന്നു. അതേ മനസ്സ് തന്നെ ആ സെൻസ് ഒബ്ജക്ട്സിൽ നിന്ന് എങ്ങനെ ആമ തൻ്റെ ലിംസിനെ ഉള്ളിലേക്ക് വിഡ്രോ ചെയ്യുന്നു, അതേപോലെ നമ്മളുടെ മനസ്സ് നമ്മളുടെ ഇന്ദ്രിയങ്ങളെ ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് എങ്ങനെ വിഡ്രോ ചെയ്യുന്നു, അപ്പൊ അതിനെ എന്ത് പറയണം, മുക്തി. അത് മുക്തിക്ക് കാരണമാകുന്നു. Amrita Bindu Upanishad 2. Therefore, the mind which is always engaged in Krishna consciousness is a cause of supreme liberation. അതുകൊണ്ട് ഏതൊരു വ്യക്തിയുടെ മനസ്സാണോ കൃഷ്ണാവബോധത്തിൽ എപ്പോഴും ഉറച്ചു നിൽക്കുന്നത്, അത് എന്തിന് സഹായിക്കും? സുപ്രീം ലിബറേഷൻ. സുപ്രീം ലിബറേഷൻ എന്ന് പറഞ്ഞാൽ നോട്ട് ദ ജ്ഞാനികളുടെ ലിബറേഷൻ അല്ല. സുപ്രീം ലിബറേഷൻ വൈകുണ്ഠത്തിലോ എവിടെയാണെങ്കിലും ഭഗവാനെ നിരന്തരമായിട്ട് സേവന ചെയ്യുന്ന ഒരവസ്ഥ. സുപ്രീം ലിബറേഷൻ, ഡിവോഷൻ സർവീസ് ടു സുപ്രീം. So it's a beautiful slogan. So text 6 അടുത്ത ക്ലാസ്സിൽ വാഞ്ചാ കൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ. अनंत कोटि वैष्णवती की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय, गो प्रेमानंदी, हरि हरि बोल, हरे कृष्ण.